വിവാഹിതരോ ആയ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയോ പുരുഷനോ ആവട്ടെ, അവർക്ക് ഇടയ്ക്കൊരു സാമ്പാർ കൂട്ടണം എന്ന് വിചാരിക്കുന്നത് ഒരു തെറ്റൊന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള മാർഗ്ഗമാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. ഒരു കായ, ഒരു ക്യാരറ്റ്, ഒരു വഴുതനങ്ങ, ഒരു ഉരുളക്കിഴങ്ങൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഉള്ള കഷ്ണങ്ങൾ വെച്ചിട്ട്, അതായത് മുരിങ്ങക്കായ, വെണ്ടക്കായ, അങ്ങനെയുള്ള മികച്ചവന്മാരെയൊക്കെ നമ്മൾ മാറ്റി നിർത്തും. എന്നിട്ട് എല്ലാം അവസാനം വരുന്ന കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ട് നമ്മൾ നന്നായി അരിഞ്ഞ് കഴുകിയെടുക്കുക. എന്നിട്ട് ഒരു 2 പിടി പരിപ്പ് കുക്കറിലിട്ട് നല്ലപോലെ കഴുകി അതിനകത്തേക്ക് ഈ കഷ്ണങ്ങളും കൂടി ഇട്ടിട്ട് അടച്ചു വേവിക്കുക. കുക്കർ 2 വിസിലടിക്കുമ്പോൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. അപ്പോൾ വെന്തിട്ടുണ്ടാവും. എന്നിട്ട് ഒരു ചട്ടി അടപ്പത്ത് വെച്ചിട്ട് 1.5 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ട് ചൂടാവുമ്പോൾ 1 സ്പൂൺ കടുകും 1 സ്പൂൺ ഉലുവയും ചേർത്ത് വഴറ്റുക. അത് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് ഉഴുന്ന്, ഒരു 1/2 സ്പൂൺ ഉഴുന്നും കൂടിയിട്ട്, അപ്പോൾ നല്ലൊരു മണം കിട്ടും. അത് നന്നായി മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ സാമ്പാർ പൊടിയാണ് ഒരു 2 സ്പൂൺ ഇടുന്നത്. ഈ സാമ്പാർ പൊടി ഞാൻ പൊടിച്ചു വെച്ച സാമ്പാർ പൊടിയാണ്. കായവും ഉലുവയും ഉഴുന്നും പിന്നെ കടലപ്പരിപ്പും പിന്നെ മല്ലി, മുളക്, മഞ്ഞളും ഒക്കെ ചേർത്തിട്ട് പൊടിച്ചു വെച്ചിട്ടുള്ള സാമ്പാർ പൊടിയാണ്. ഈ സാമ്പാർ പൊടി ഒന്ന് മൂക്കണം. ഇട്ടിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച പച്ചക്കറികളും പരിപ്പും കൂടി അതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കിയെടുക്കുക. അതിനകത്തേക്ക് ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് ആ നീര് അതിനകത്തേക്ക് ഒഴിക്കുക. 1 സ്പൂൺ ഉപ്പും കൂടി ചേർക്കുക. പിന്നെ വെള്ളം പാകത്തിന് ഒഴിച്ച് വെള്ളം കൂടി പാകമാക്കിയതിന് ശേഷം നല്ലതുപോലെ തിളപ്പിക്കാൻ വെക്കുക. നല്ല തിളച്ചതിന് ശേഷം ഉപ്പ് നോക്കിയാൽ മതി. ഉപ്പോ പുളിയോ ഒക്കെ കുറവുണ്ടെങ്കിൽ നോക്കണം. നല്ലതുപോലെ ഇളക്കിയിട്ട് മൂടി വയ്ക്കുക. നന്നായി തിള വന്നതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കിയാൽ മതി. കാരണം നമ്മൾ ആദ്യം ഉപ്പ് ഇട്ടിട്ടില്ല. തിളച്ച് കഴിഞ്ഞാലേ കഷ്ണങ്ങളിൽ ഉപ്പ് പിടിക്കുകയുള്ളൂ. കഷ്ണം വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉപ്പൊന്ന് നോക്കുക. പോരായ്മ ഉണ്ടെങ്കിൽ ലേശം ഇട്ട് കൊടുക്കുക. പുളിയും അതുപോലെ പോരായ്മ ഉണ്ടാവാൻ വഴിയില്ല. പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പുളി കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ സാമ്പാറിൽ മല്ലിയില ഇടുന്നവർക്ക് ഇടാൻ പറ്റിയ സമയമാണിത്. ഞങ്ങൾ സാമ്പാറിൽ മല്ലിയില ഇടാറില്ല. അതുപോലെ കുറുകിയ സാമ്പാറാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം, വെള്ളം പോലെയുള്ള സാമ്പാറല്ല. അപ്പോൾ നമ്മുടെ തട്ടിക്കൂട്ട് സാമ്പാർ റെഡി ആയിട്ടുണ്ട്. പാകത്തിന് വെള്ളമായിട്ട് കുറുകി കഴിഞ്ഞാൽ ചോറ് വിളമ്പിക്കോ. പപ്പടം ഉണ്ടെങ്കിൽ ഒന്നാന്തരായി. സാമ്പാറും പപ്പടം ഒരു അഡാറ് കോമ്പിനേഷനല്ലേ. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം ഇഷ്ടമായവരൊക്കെ ലൈക്ക് ചെയ്തോ, കമൻറ്റ് ചെയ്തോ. താങ്ക് യു.